ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് പല പാർട്സ് ആയിട്ടാണ് വീഡിയോ, അതായത് 10 ക്വസ്റ്റ്യൻ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ പിന്നെ ഇത് ലേറ്റ് ആവാനുള്ള കാരണം നമ്മളിപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണിത് ലേറ്റ് ആയത്. എനിവേസ് നമ്മൾ ഇന്ന് 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഒരു 10 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് കേട്ടറ്റിൻ്റെ റിസൾട്ട്. ഓക്കെ, കേട്ടറ്റിൻ്റെ റിസൾട്ട് എന്തായാലും വരാറായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം കേരളത്തിലെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം താമസിക്കുന്നത്. ഓക്കെ, ബട്ട് എനിവേസ് റിസൾട്ട് വരാറായിട്ടുണ്ട്. കാരണം എക്സാം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. റെക്ടിഫൈഡ് ആൻസർ പ്രൊവിഷനിൽ വരെ വന്നിട്ടുമുണ്ട്. അപ്പോൾ റെക്ടിഫൈഡും റിസൾട്ടുമാണ് ഇനിയിപ്പോൾ വരാനുള്ളത്. ചിലപ്പോൾ രണ്ടും ഒരുമിച്ചായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ അത് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ അടുത്ത കേട്ടറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണ്. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് സ്കൂൾ വീഡിയോസൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആവശ്യമുള്ളവർ നോക്കുക. ഓക്കെ, നമ്മൾ ക്ലാസ് 9 ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 7 ഒക്കെ ചെയ്യുന്നുണ്ട്. വരുന്ന ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 121ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാതൃേതർ ഭാഷാ के रूप में हिंदी शिक्षण के लिए सबसे अनुकूल इनमें कौन सा है? എന്താണ് ഹിന്ദി ശിക്ഷണം? അതായത് മാതൃഭാഷയിൽ ഒരു മാതൃേതർ ഭാഷയാണ്. അപ്പോൾ ആ രീതിയിൽ ഹിന്ദി പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള എന്താണ്? गृहकार्य का अवसर देना, कक्षा में मातृभाषा का प्रयोग करना, श्रुत लेख का अवसर देना, कक्षा में हिंदी का वातावरण बनाए रखना. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. കക്ഷാമേ ഹിന്ദി കാ വാതാവരൺ ബനായ രഖന. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഹിന്ദി ക്ലാസ്സുകളിൽ കൂടുതൽ ഹിന്ദി സംസാരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുക്കുക. അതുവഴി നമുക്ക് ഹിന്ദി ലേണിംഗ് എളുപ്പമാക്കാൻ പറ്റും. 122ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സർവഭാഷാ വ്യാകरण की परिकल्पना को प्रस्तुत करने वाले कौन है? വൈഗോസ്കി, നോം ജോസ്കി, ബെഞ്ചമിൻ ബ്ലൂം, പാവ്ലോവ്. അപ്പോൾ നമുക്കറിയാം നോം ചോംസ്കിയാണ് സർവഭാഷാ വ്യാകരണം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നോം ചോംസ്കി. ഇനി 123ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭാഷായി कक्षा में घटना वर्णन तैयार करके प्रस्तुत करवाने से किस कौशल का विकास सुनिश्चित किया जा सकता है? ओके, സോ ഫാഷൻ കൗശൽ, ലേഖൻ കൗശൽ, സൃജനാത്മക കൗശൽ, ഉപരിക്ത് സഭി. എന്താണ്, നമ്മൾ ക്ലാസ്സിൽ ഒരു ഘടനാ വർണ്ണൻ തയ്യാർ കർക്കെ പ്രസ്തുത് കർണ, എന്താണ്, ഇത് പ്രിപ്പയർ ചെയ്തിട്ട് അവതരിപ്പിക്കുന്നു. അതുവഴി ഏത് കൗശലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫാഷൻ കൗശൽ ഡെവലപ്പ് ചെയ്യും. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലേഖൻ കൗശൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, 4 സ്കിൽസാണുള്ളത്, അതിൽ 2 ഇതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ലോക്ക് ചെയ്യാം, ഉപരിക്ത് സഭി. ഓക്കെ, സൃജനാത്മക കൗശൽ. ഓക്കെ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എനിവേസ് എയും ബിയും ആൻസറിൽ വരുന്നതുകൊണ്ട് ഉപരിക്ത് സഭി ആയിരിക്കും കറക്റ്റ് ആൻസർ. 124 मातृेतर भाषा हिंदी में अध्येता का श्रवण कौशल बढ़ाने के लिए महत्वपूर्ण है. ഓക്കെ, ഹിന്ദിയിൽ ആ ഒരു ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അനുവാദ് വിധി का सहारा लेना, परोक्ष विधि को अपनाना, प्रत्यक्ष विधि को अपनाना, मातृभाषा में संवाद सुनिश्चित करना. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ പ്രത്യക്ഷ വിധി കോ അപ്നാന എന്നാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ്. അതായത് നമ്മൾ ഹിന്ദി ശിക്ഷണമാകുമ്പോൾ ആ ശിക്ഷൺ പ്രക്രിയ ഹിന്ദിയിൽ തന്നെ നമ്മൾ നടത്തുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതായത് ഹിന്ദി കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്ന വഴി. 125 कक्षा में कुछ छात्र पत्र की रूपरेखा में गलती करते हैं, यहाँ किस प्रकार का संशोधन होना है? വാക്യപരക, രൂപപരക, പ്രോക്തിപരക, സ്വനിംപരക. സോ ഇവിടെ എന്താണ്, ഒരു ലെറ്ററിൻ്റെ ഔട്ട്ലൈനിലാണ് എറർ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ. അപ്പോൾ എന്താണ്, രൂപപരക് ആണ്, രൂപപരക് സംശോധന ഹോനാ ചാഹിയെ. ഓക്കെ, നെക്സ്റ്റ് ആണ് വാചൻ കൗശൽ की गति बढ़ाने में कौन सी युक्ति अधिक उपयोगी है? അതായത് റീഡിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാൻ ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? മൗനവാചൻ, അനുകരൺ വാചൻ, ആദർശവാചൻ, അങ്കിത് വാചൻ. സോ 126ൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, മൗനവാചൻ അല്ലെങ്കിൽ സൈലൻറ്റ് റീഡിംഗ് ആണ്. കാരണം സൈലൻറ്റ് റീഡിങ്ങിൽ നമ്മളുടെ കംപ്ലീറ്റ് ഫോക്കസ് നമുക്ക് കിട്ടുന്ന ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ലെറ്റേഴ്സിലാണ്. ഓക്കെ, ഇത് നമ്മളുടെ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ലൗഡ് റീഡിങ്ങിന് അത്ര സ്ട്രെയിൻ എടുക്കണ്ട. അപ്പോൾ സൈലൻ്റ് ആയിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.
127 दृश्य श्रव्य उपकरण की संभावना से युक्त इनमें कौन सा है? ഫ്ലാഷ് കാർഡ്, മാനചിത്ര, ഭാഷാ പ്രയോഗശാല, അഖ്ബാർ. ഓക്കെ, അപ്പോൾ ഒരു ദൃശ്യ ശ്രവ്യ ഉപകരണമായിട്ട് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷാ പ്രയോഗശാലയാണ്. അവിടെയാണ് ദൃശ്യ ശ്രവ്യ ഉപകരണമൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം ടൂൾസ് എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്, അവിടെ ഒരു ഇലക്ട്രിക് ആ രീതിയിലുള്ളതില്ല. ജസ്റ്റ് പിക്ചേഴ്സ്, അഖ്ബാർ ആണെങ്കിൽ ജസ്റ്റ് ന്യൂസ് പേപ്പർ അത്രേ ഉള്ളൂ. പക്ഷേ ഭാഷാ പ്രയോഗശാലയിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നോളജി. നെക്സ്റ്റ് ആണ് 128 ഭാഷാർജൻ की दृष्टि से ഭാഷായി കൗശലം का सही क्रम. അതായത് LSRW സ്കിൽസിന് ഒരു ക്രമമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലിസണിങ്, പിന്നെ സ്പീക്കിങ്, പിന്നെ റീഡിങ്, റൈറ്റിംഗ്. ഈ രീതിയിലാണ് ഒരു വ്യക്തിയിൽ ഭാഷായി കൗശലം ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രവൺ, ഭാഷൻ, വാചൻ, ലേഖൻ. നെക്സ്റ്റ് ആണ് 129 क्वेश्चन. कशाई प्रक्रियाओं के दौरान बच्चों की धारणा को ओके അവിടെ क्वेश्चन कटाई पे. ओके, शिक्षक अवधारणा मानचित्र या संप्रति मानचित्र तैयार करने का कार्य देता है. ये किसके अंतर्गत आते हैं? 129 क्वेश्चन ആണ്. ഓക്കെ, അതായത് കുട്ടികൾക്ക് അവധാരണ മാനചിത്ര അല്ലെങ്കിൽ മാനചിത്ര തയ്യാർ കർണേക്ക ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ये किसके अंतर्गत? ഇത് വരുന്ന രചനാത്മക ആകലൻ के കാര്യകാല മൂല്യാങ്കൻ के പരിയോജന के प्रदत्त कार्य के. സോ റൈറ്റ് ആൻസർ 129 എ ആണ്, രചനാത്മക ആകലൻ के. അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റിനകത്ത് വരുന്നതാണിത്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ചെയ്യുവാണ് കുട്ടിയെ. നെക്സ്റ്റ് 130 क्वेश्चन ആണ്. किसी विशेष प्रसंग को गहराई से समझने तथा छात्रों में तार्किक क्षमता को जगाने के लिए सबसे अनुकूल प्रक्रिया इनमें कौन सा है? बोध प्रश्न, विश्लेषणात्मक प्रश्न, പ്രസ്താവന പ്രശ്ന, ആശയഗ്രഹം പ്രശ്നം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മീൻസ് എന്താണ്, ക്വസ്റ്റ്യൻ വിവിധ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, വിശ്ലേഷണാത്മക പ്രശ്നമാണ്. കാരണം ഒരു ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് തിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം വിശ്ലേഷണാത്മക പ്രശ്നത്തിലൂടെ കിട്ടുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന 130 വിശ്ലേഷണാത്മക പ്രശ്നമാണ്. ഇവിടെ താർക്കിക ക്ഷമത അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് 130 വരെയുള്ള ക്വസ്റ്റ്യൻസ്. സോ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. തബ് തക് കെ ലിയെ ഓക്കെ, ബൈ.